കൊച്ചി കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ എൻഡിഎയിൽ സീറ്റ് ധാരണയായി 57 സീറ്റിൽ ബിജെപി മത്സരിക്കും. BDJS 16 സീറ്റിൽ മത്സരിക്കും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടനുണ്ടാകും. വിവരങ്ങളുമായി ശ്രീലക്ഷ്മി ബി പിള്ളയാണ് കൊച്ചിയിൽ നിന്ന് ചെയ്യുന്നത്. ശ്രീലക്ഷ്മി, വെരി ഗുഡ് മോർണിംഗ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ ഉടനുണ്ടാകുമോ? ക്രിസ്റ്റീന, പ്രവിത, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കൊച്ചിൻ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ NDAയിൽ ഇപ്പോൾ സീറ്റ് ധാരണയായിരിക്കുകയാണ്. 76 സീറ്റുകളിലാണ് ഇപ്പോൾ NDA മത്സരിക്കാൻ പോകുന്നത്. അതിൽ 57 സീറ്റ് BJPക്കും അതുപോലെ തന്നെ 16 സീറ്റ് BDJSും മത്സരിക്കും. LJPക്ക് 2 സീറ്റും നാഷണലിസ്റ്റ് കോൺഗ്രസിന് 1 സീറ്റുമാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. ഈ വരുന്ന 9-ാം തീയതി NDAയിൽ ഇപ്പോൾ യോഗം നടക്കാൻ പോവുകയാണ്. ആ യോഗത്തിൽ സ്ഥാനാർത്ഥികൾ ആരൊക്കെയെന്നുള്ള തീരുമാനം വരും. എന്താണെങ്കിലും കഴിഞ്ഞ കൊച്ചിൻ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ NDAക്ക് 5 സീറ്റുകൾ മാത്രമായിരുന്നു ലഭിച്ചിരുന്നത്. എന്നാൽ ഈ വർഷം അവർക്ക് സീറ്റ് കൂട്ടുക എന്നുള്ളത് അവരുടെ വലിയൊരു ലക്ഷ്യമാണ്. 2 അക്ക സംഖ്യയിലേക്ക് സീറ്റ് വർദ്ധിപ്പിക്കുക എന്നതാണ് ഇപ്പോൾ BJPയും NDAയും അവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. പ്രധാനമായും സീറ്റ് വർധനവും അതുപോലെ തന്നെ വോട്ടിന്റെ വർധനവുമാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ വോട്ടുകൾ, കൊച്ചിയിലെ ക്രൈസ്തവ വോട്ടുകൾ പിടിക്കുക എന്നതും അതുപോലെ ക്രൈസ്തവ സഭകളിലെ പ്രധാനപ്പെട്ട ആളുകളെ സ്ഥാനാർത്ഥിയാക്കുക എന്നതും BJPയുടെ ഇപ്പോൾ ലക്ഷ്യമായി വന്നിരിക്കുകയാണ്. അപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ വരും. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ക്രൈസ്തവ വോട്ടുകൾ പിടിക്കാനുള്ള നീക്കവും BJP നടത്തുന്നുണ്ട്. പിന്നീട് നമുക്ക് പറയാൻ സാധിക്കുന്ന 55% സ്ത്രീ സാന്നിധ്യം, വനിതകൾക്ക് 55% സീറ്റ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വനിതാ സാന്നിധ്യം കൂട്ടുക എന്നതും BJPയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. വനിതകളെ കൂടുതലുമായി കൊച്ചിൻ കോർപ്പറേഷനിൽ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവരിക എന്നത് BJPയുടെ ലക്ഷ്യമായി ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റു കാര്യം പറയാനുള്ളത്, ഈ തെരഞ്ഞെടുപ്പിൽ BJP പ്രധാനമായും കൊണ്ടുവരാൻ പോകുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ വികസന പദ്ധതികൾ കൊച്ചിൻ കോർപ്പറേഷൻ BJPക്ക് അല്ലെങ്കിൽ NDAക്ക് കിട്ടുകയാണെങ്കിൽ. ശ്രീലക്ഷ്മി ബി ആണ് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.